ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ കിച്ചണിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമല്ലോ, സ്റ്റാൻഡിലൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു DIY ഓർഗനൈസർ അതല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ആ കിച്ചണിലേക്കുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്. ഒരുപാട് സൈസ് ആയിട്ടല്ല കേട്ടോ. ഞാനിപ്പോൾ 2-3 ചെറിയ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റാൻഡിൻ്റെ നീളം ഒരു 15 ഇഞ്ചും വീതി ഒരു 7 ഇഞ്ചായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഞാൻ പുള്ളിക്ക് പോവാട്ടോ. പുറത്ത് നല്ല വെളിച്ചുണ്ടല്ലോ എന്ന് എഴുതിയിരുന്നതാ. പക്ഷേ ഞാൻ ഇരുന്ന ടൈം പറ്റാത്ത ടൈമാണ് ഇരുന്നത്. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ നല്ല വെയിൽ, കണ്ണും കൂടി തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞിപ്പോൾ ഇനി വീട്ടിൽ വീടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യാൻ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അളവ് പറഞ്ഞ രീതിയിലും ഉമ്മച്ചിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ. കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മാനോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസറിന് ഞാനിവിടെ 4 ബോർഡുകളാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും 2 എണ്ണം മതി. പക്ഷേ നമ്മൾ എന്തെങ്കിലും ബോട്ടിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 2 ഫോം ഷീറ്റ് കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം ചെയ്യണതിപ്പോൾ. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ശരിയായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ട് ഞാനിപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും 4 എണ്ണം മതി. പക്ഷെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ പീസുകളും ഒട്ടിച്ചെടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഒരു ഫോം ബോർഡിൻ്റെ സൈഡിലേക്ക് ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു പീസുകളും കൂടി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കുന്ന ഈ ഒരു 4 പീസും നന്നായിട്ട് ഒട്ടിക്കിട്ടണം കേട്ടോ. ആ ഒരു ഗ്ലൂ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾക്ക് ആ ഒരു മുകൾ ഭാഗത്ത് അടുത്ത് ഈ ഒരു പീസും കൂടി വെച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നന്നായി അത് ഡ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ 4 സൈഡും ഇതേപോലെ ചെറിയ പീസുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാനാണ്. അങ്ങനെ മുകൾ ഭാഗത്ത്
ഈ ഒരു ഷേപ്പിന് പകരം നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ പീസുകൾ തന്നെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളെ കിച്ചണിലേക്കുള്ള സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2-3 ഇത്തിരി വെയിറ്റുള്ള ജാറുകൾ വെച്ചിട്ടുണ്ട്. ഉറപ്പുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ ശരിയായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.